ചെയ്യുന്ന വിഷയം നെറ്റ് JRF. സൈക്കോളജിയിൽ നെറ്റ് എടുക്കണോ JRF എടുക്കണോ, അതിന്റെ പ്രാധാന്യം എന്താണ്? മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിന് മിക്കവാറും ഉണ്ടാകുക സൈക്കോളജി PG കഴിഞ്ഞവരും ഡിഗ്രി ചെയ്യുന്നവരും അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തവരും ആയിരിക്കും. അപ്പോ ഇഗ്നോയുടെ സൈക്കോളജി ഇപ്പോൾ ഈയിടെയായിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. ഇഗ്നോയുടെ സൈക്കോളജി അല്ല, UGC സൈക്കോളജി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇഗ്നോയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൂടെ ഡിസ്റ്റൻസ് ആയി ചെയ്തവർ, ഓപ്പൺ ആയി ചെയ്തവർ, അവരുടെ ഭാവി സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ വലിയ വലിയ ചർച്ചകൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചർച്ചയുടെ വിഷയമാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഒരു സൂചന നൽകുക, അത് നമ്മളെ ഫ്യൂച്ചർ എന്താണ്, അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ചയ്ക്ക് വിധേയമായിരിക്കും. അതോടൊപ്പം അങ്ങനെ ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്യൽ പ്രയാസമാണ്, അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന പേരിൽ PG കഴിഞ്ഞിട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ പ്രധാന വിഷയം. അതായത് UGC നെറ്റ് എഴുതിയിട്ട് അക്കാഡമിക് ലെവലിലേക്ക് ഒന്നും കൂടി പ്രൊഫഷണൽ ആയിട്ട് മറ്റു രീതിയിലേക്ക് സ്വിച്ച് ചെയ്യുക എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതോടൊപ്പം മറ്റു വഴികൾ എങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. UGC നിങ്ങൾക്ക് അറിയാം, നെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, അതോടുകൂടെ JRF എങ്ങനെ കരസ്ഥമാക്കാം, വളരെ സിമ്പിൾ ആയിട്ട് JRFും നെറ്റും എങ്ങനെ കരസ്ഥമാക്കാം എന്നതിന്റെ ടിപ്സുകളും ടെക്നിക്കുകളും ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഇൻട്രോഡക്ടറി സെഷനാണ് ഇന്ന് ഈ മൈൻഡ് സ്പ്രിംഗ് അക്കാദമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്നത്. മൈൻഡ് സ്പ്രിംഗ് അക്കാദമി കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സൈക്കോളജി ചെയ്ത 4-5 കുട്ടികൾ കൂടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് ചെറിയ രീതിയിൽ ക്ലാസ്സുകൾ കൊടുക്കാൻ MAPCയുടെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ്സുകൾ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് ക്ലാസ്സുകളും അതിന് പുറമെ നോട്ട്സുകളും എക്സാം സപ്പോർട്ടും അസൈൻമെന്റ് സപ്പോർട്ടുകളും ഒക്കെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡീറ്റെയിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം, അതല്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ബന്ധപ്പെടാം. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലും ഈ മൈൻഡ് സ്പ്രിംഗ് അക്കാദമിയുടെ പേരിലും വെൽക്കം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പ്രോഗ്രാം ലീഡ് ചെയ്യുന്നത്, ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നത് ഫുആദ് സാറാണ്. ഫുആദ് സാറ് ഒരു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. കൂട്ടത്തിൽ ഫുആദ് സാറിനെ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി വെൽക്കം ചെയ്യുന്നു. പങ്കെടുത്തതിൽ നന്ദി. ഓക്കെ ഫുആദ് സാർ, മൈക്ക് ഈസ് വിത്ത് യു. ഓക്കെ സാർ, താങ്ക് യു. അപ്പോൾ നമ്മൾ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിലുള്ള പ്രധാനപ്പെട്ട ചാലഞ്ചസും ഓപ്പർച്യൂണിറ്റീസുമാണ്. നാവിഗേറ്റിംഗ് ദ ന്യൂ റിയാലിറ്റി, ദ സ്ട്രാറ്റജിക് ഗൈഡ്സ് ഫോർ സൈക്കോളജി സ്റ്റുഡൻസ് ഇൻ ദ പോസ്റ്റ് NCAHP വേൾഡ്. നമുക്കറിയാം, ഈ കുറച്ച് കാലമായിട്ട് 1-2-3 വർഷങ്ങളായിട്ട് ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജി ചെയ്ത ആളുകൾക്കിടയിൽ ഒരുപാട് ആശങ്കകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. ഒരുപാട് പുതിയ നിയമങ്ങൾ വന്നു, UGCയുടെ നോംസ് വന്നു. ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ NCAHP ആക്ട് എന്താണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജി ചെയ്ത സ്റ്റുഡൻസിന് ഇനിയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാണ്. പ്രധാനമായിട്ടും നമ്മൾ UGC നെറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ സാധ്യതകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഏകദേശം 2025 ഓഗസ്റ്റിൽ ഒരു ആക്ട് വന്നു, ഒരു റൂള് വന്നു. UGC നെറ്റിൻ്റെ ഒരു റൂള് വന്നിരുന്നു, UGCയുടെ ഒരു നോം വന്നിരുന്നു ഓഗസ്റ്റ് 2025. അതായത് ഡിസ്റ്റൻസ് ആയിട്ട് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് മോഡിലൂടെ ഇനി യൂണിവേഴ്സിറ്റികൾ ഒരിക്കലും സൈക്കോളജി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ ഡിസ്റ്റൻസ് ലേണിംഗ് നിർത്തിവെച്ചു. എന്നാൽ ഇഗ്നോ ഇന്നും തുടരുന്നുണ്ട്. ഏകദേശം 57 യൂണിവേഴ്സിറ്റികളിൽ ഈ കാലഘട്ടം വരെ എന്തുണ്ടായിരുന്നു, ഈ ഡിസ്റ്റൻസ് ആയിട്ട് സൈക്കോളജി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 130,000 സ്റ്റുഡൻസ് ഇത്രയും സ്ഥാപനങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിരുന്നു. ഇത്രയും ആളുകൾ ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ UGCയുടെ നോം വരാനുള്ള കാരണം എന്താണ്? ഈ UGCയുടെ ഈ റൂള് വരാനുള്ള പ്രധാന കാരണം NCAHP ആക്റ്റാണ്. NCAHP ആക്ട് 2021 നിലവിൽ വന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. NCAHP ആക്ട് എന്ന് പറഞ്ഞാൽ അത് പാർലമെൻറ്റ് ഡയറക്റ്റ് കൊണ്ടുവന്ന ആക്റ്റാണ്. പാർലമെൻറ്റിൽ ആക്ട് പാസ്സാക്കിയതിന് ശേഷം വന്ന ഒരു ആക്റ്റാണെന്ത്, NCAHP ആക്ട് എന്ന് പറഞ്ഞാൽ. ഈ NCAHP എന്ന് പറഞ്ഞാൽ ഒരു റെഗുലേറ്ററി ബോഡിയാണ്.
സൈക്കോളജിസ്റ്റിൻ്റെ അതുപോലെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡി ആയിട്ടാണ് ഗവൺമെൻറ് ഇതിനെന്ത് ചെയ്ത് രൂപീകരിച്ചിട്ടത്. ഇത് 2021 രൂപീകരിച്ചത്. ഈ ആക്ട് പറയുന്നത്, ഈ ആക്ടിലെ പ്രധാനപ്പെട്ട സെക്ഷൻ 2E ആണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത്. ഈ സെക്ഷൻ 2E പറയുന്നത് ഒരിക്കലും അലൈഡ് ഹെൽത്ത് കെയർ ക്വാളിഫിക്കേഷൻ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ റെഗുലർ മോഡിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ വ്യക്തിക്ക് റെഗുലർ മോഡിലൂടെ PG ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമേ അലൈഡ് ആൻഡ് ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഈ ആക്ട് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിൽ ചെയ്ത ആളുകൾക്ക് ഇത് എങ്ങനെ എഫക്റ്റ് ചെയ്യും എന്നത് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ആണോ? അപ്പോൾ ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോ. സാർ വോയിസ് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. ഇപ്പോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കുറച്ച് സൂം ചെയ്യാം, ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നമുക്ക് സൂം ചെയ്തിട്ട് നമുക്ക് കേൾക്കാം. ഇല്ല, സൂം ഔട്ട് ചെയ്തോളൂ. ഇപ്പൊ സൂം ചെയ്തപ്പോൾ പരിപൂർണമായിട്ട് ഫിറ്റ് ആവുന്നില്ല. അത് മതി. നിങ്ങൾ ആദ്യം ചെയ്ത പോലെ സ്ലൈഡ് ആദ്യത്തെ മാതിരി പോയിക്കോട്ടെ. ഇനി കണ്ടിന്യൂ ചെയ്തോളൂ സാറേ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCAHP ആക്ടിനെ കുറിച്ചാണ്. NCAHP ആക്ട് 2021 വന്നത്. ഈ NCAHP ആക്ട് പാസ്സായത് പാർലമെൻറ്റിലാണ്. പാർലമെൻറ്റാണ് ഇന്ത്യയിലെ അപ്പെക്സ് ബോഡി. പാർലമെൻറ്റിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ വേറൊരു ഏജൻസിക്കും കഴിയില്ല. അത് ഇനി ഇല്ലീഗലാണെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതി പ്രത്യേകം ഓർഡർ പാസ്സാക്കാനൊക്കെ പറ്റുമെങ്കിലും മറ്റ് ഏജൻസികൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, പാർലമെൻറ്റിൻ്റെ ഒരു ആക്ടിനെതിരെ പ്രവർത്തിക്കാനൊന്നും കഴിയില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ NCAHP ആക്ട് 2021 വന്നു. ഇതിൽ പറയുന്ന മെയിനായിട്ടുള്ള ഒരു ക്ലോസ് സെക്ഷൻ 2E ആണ്. ഈ സെക്ഷൻ 2E പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് ഡിഫൈൻ ചെയ്യുന്നത് അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ ക്വാളിഫിക്കേഷൻസ് ഒരു വ്യക്തിക്ക് ലഭിക്കണമെങ്കിൽ റെഗുലർ ലേണിംഗ് മോഡിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ PG എടുത്തു കഴിഞ്ഞല്ലോ, ഈ PG വാലിഡ് ആണോ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെഗുലർ മോഡിലല്ലല്ലോ PG എടുത്തത്. ഇവിടെ നമ്മൾ 2 കൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുണ്ട്. ഈ ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ബാരിയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റും ഉണ്ട്, അക്കാദമിക് ബാരിയർ എന്ന് പറഞ്ഞ കൺസെപ്റ്റും ഉണ്ട്. ഈ 2 കൺസെപ്റ്റും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് PG എടുത്തു എന്ന് കരുതി നമുക്ക് അക്കാദമിക് ബാരിയർ ഇല്ല. ഓക്കെ, രജിസ്ട്രേഷൻ ബാരിയർ മാത്രമേ ഉള്ളൂ. രജിസ്ട്രേഷൻ ബാരിയർ എന്ന് പറഞ്ഞാൽ ഈ NCAHP ആക്ട് പ്രകാരം ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ് ഓർ സെൻട്രൽ രജിസ്റ്റർ ഉണ്ട്. ഈ സെൻട്രൽ രജിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് രജിസ്റ്ററിൽ ഒരു വ്യക്തി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ആ വ്യക്തി ലീഗലായിട്ട് ആ വ്യക്തിക്ക് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. ഈ NCAHP എന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡി ആരാണ് പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ആര് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഡിഫൈൻ ചെയ്യുന്ന അതോറിറ്റിയാണ്. ഇവർക്കാണ് ആരാണ് ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുക പറ്റാതിരിക്കുക എന്ന് പറയാൻ കഴിയുള്ളൂ. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവർ പറഞ്ഞത് ഒരു രജിസ്റ്റർ ഫോം ചെയ്യും. ഒരു രജിസ്റ്റർ ഉണ്ടാവും, ഒരു സെൻട്രൽ രജിസ്റ്റർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റേറ്റ് രജിസ്റ്റർ ഉണ്ടാവും. ഈ രജിസ്റ്ററിൽ സൈക്കോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, മറ്റുള്ള എല്ലാ ആൾക്കാരും രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവർ വാലിഡ് ആയിട്ടുള്ള ലീഗലായിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റായി മാറുകയുള്ളൂ. അങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലർ മോഡിലുള്ള എഡ്യൂക്കേഷൻ ഡിഗ്രി ആവശ്യമാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഇഗ്നോ ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെല്ലാവരും ഇഗ്നോ ഡിസ്റ്റൻസ് ത്രൂ എടുത്ത PG ആണ് നമ്മളെ കയ്യിലുള്ളത്. നമ്മൾ ഇന്ന് ഈ ജനുവരിയിൽ ഇപ്പോഴെന്തുണ്ട്, ഇഗ്നോ MA സൈക്കോളജിക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ NCAHP ആക്ട് പ്രകാരം ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സുകൾ എന്തിന് അപ്രൂവ് അല്ല, ഒരാൾക്ക് കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ അപ്രൂവ് അല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഇനി UGCൻ്റെ റെഗുലേഷനും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 2025 റെഗുലേഷൻ വന്നു, ഇത് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 3 ബോഡീസാണല്ലോ. ഇവിടെ നമുക്ക് എടുക്കാം UGC, അതുപോലെ തന്നെ NCAHP, ഇഗ്നോ. ഈ NCAHP എന്ന് പറഞ്ഞാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാർലമെൻറ്റ്
ഒരു ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ്, ഒരു ആക്റ്റാണെന്ത് NCHP എന്ന് പറഞ്ഞാൽ. ഈ NCHP ആണ് തീരുമാനിക്കുന്നത് ആരാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ആരാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് NCHP ആക്റ്റാണ്. ഇവർ പ്രൊഫഷണലായിട്ട് എങ്ങനെ സൈക്കോളജി പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക, സൈക്കോളജിസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡൈസ് ചെയ്യുക, അതുപോലെ ഇവർ റെഗുലേറ്റ് ചെയ്യുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് NCHP എന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡിയാണ്. ഇനി നമുക്ക് UGCയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ UGC ഒരു അക്കാദമിക് ബോഡിയാണ്, അക്കാദമിക് റെഗുലേറ്ററി ബോഡിയാണ്. യൂണിവേഴ്സിറ്റീസ് മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. യൂണിവേഴ്സിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണെന്ത് UGC എന്ന് പറഞ്ഞാൽ. IGNOU എന്ന് പറയുന്നത് പാർലമെൻറ്റിലെ ഒരു ആക്ട് പാസ്സാക്കിയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ നാഷണൽ യൂണിവേഴ്സിറ്റിയെ UGC അംഗീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മൾ 2025 ജൂൺ ഇവിടെ 2025 ഓഗസ്റ്റിൽ UGCയുടെ ഒരു നോം വന്നു എന്ന് പറഞ്ഞില്ലേ, റൂൾ വന്നു എന്ന് പറഞ്ഞു. ഈ റൂൾ പറയുന്നത് ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. IGNOUയുടെ അഫിലിയേഷൻ കട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ അതോറിറ്റിക്കും അവരുടേതായ വ്യത്യസ്ത അധികാരങ്ങളുണ്ട്. ഓരോന്നും അവരുടെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇവ രണ്ടും ഒന്നല്ല, മൂന്നും ഒന്നല്ല. ഇവിടെ UGCക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, NCHP ആക്ടിനെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല. IGNOUക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, NCHP ആക്ടിനെതിരെ പ്രവർത്തിക്കാൻ പറ്റില്ല. കാരണം ഇതെന്താണ്, പാർലമെൻറ്റിൽ ഒരു ആക്റ്റായിട്ട് പാസ്സായതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ മുമ്പിൽ 2 ഓപ്ഷനായിട്ട് നമ്മളെ മുമ്പിലുണ്ട്. ഒന്നാണെന്ത് അക്കാദമിക് വാലിഡിറ്റിയും പ്രൊഫഷണൽ പ്രാക്ടീസ് എലിജിബിലിറ്റിയും. ഇവിടെ ഈ 2 ഓപ്ഷനും നമ്മൾ റെഗുലർ ആണെങ്കിൽ, റെഗുലർ മോഡിലൂടെ ഒരു വ്യക്തി PG ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അക്കാദമിക് വാലിഡിറ്റി ഉണ്ടായിരിക്കും, പ്രൊഫഷണൽ പ്രാക്ടീസ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ ഡിസ്റ്റൻസ് ആയിട്ടൊരു വ്യക്തി PG ചെയ്യുകയാണെങ്കിൽ, MA സൈക്കോളജി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അക്കാദമിക് വാലിഡിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അക്കാദമിക് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് UGC നെറ്റ് എക്സാം എഴുതാൻ പറ്റും, അതുപോലെ PhD ചെയ്യാൻ പറ്റും, അതുപോലെ നോൺ ക്ലിനിക്കൽ ഗവൺമെൻറ് ജോബുകളിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകളിലൊക്കെ എന്ത് ചെയ്യും, ധാരാളം അവസരം ഉണ്ടായിരിക്കും. HR ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കും. ഈ 3 മേഖല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. പ്രൊഫഷണൽ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ NCHP ആക്ട് പ്രകാരം റെഗുലർ മോഡിലൂടെ വന്ന ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനി മുതൽ പ്രൊഫഷണൽ പ്രാക്ടീസ് എലിജിബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. ഈ NCHP ആക്ട് പ്രകാരം സൈക്കോളജിസ്റ്റിനെ ഒരു ബിഹേവിയറൽ ഹെൽത്ത് സയൻസ് പ്രൊഫഷണൽ ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ റെഗുലർ മോഡിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാൾക്ക് കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലൂടെ നമുക്ക് NCHP ആക്ട് പ്രകാരം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു രജിസ്റ്റർ ഇതിൻ്റെ ഭാഗമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് മാത്രമേ പ്രാക്ടീസ് ചെയ്യാനുള്ള അനുമതി ഉണ്ടാവുള്ളൂ. അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഇനെലിജിബിൾ ആയിരിക്കും ആര്, ഡിസ്റ്റൻസ് ആയിട്ട് വന്ന ആളുകൾ. അപ്പോൾ ഇത്രയാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് UGC നെറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് PG ചെയ്തൊരു വ്യക്തിക്ക്, അല്ലെങ്കിൽ റെഗുലർ ആയിട്ടാണെങ്കിലും PG ചെയ്തൊരു വ്യക്തിക്ക് അവരെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണെന്ത്, UGC നെറ്റ് എന്ന് പറഞ്ഞാൽ. UGC നെറ്റ് നമ്മളെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ, അതായത് നമ്മളെ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷനെ ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യും, ഒരു നോൺ നെഗോഷ്യബിൾ ക്രെഡൻഷ്യലാക്കി മാറ്റും. അതായത് അത് നമ്മൾ മുമ്പിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം അവസരങ്ങൾ നമ്മളെ മുമ്പിൽ കിട്ടും. പ്രധാനമായും 3 മേഖലകളാണ് നമുക്ക് എന്ത് ചെയ്യുക, UGC നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അവസരം ഉണ്ടാവുക. ഫസ്റ്റ് നമുക്ക് 3 മേഖലകൾ, 3 പാത്ത് വേസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പാത്ത് വേ PhD ആണ്, റിസർച്ചാണ്. രണ്ടാമത്തെ പാത്ത് വേ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറഞ്ഞ പാത്ത് വേ ആണ്. മൂന്നാമത്തെ പാത്ത് വേ അല്ലെങ്കിൽ മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സർവീസിൽ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, അതുപോലെ റിസർച്ച് സെൻറ്ററുകളിൽ, ഇത്തരം സ്ഥലങ്ങളിലുള്ള അവസരങ്ങളാണ്. ഇങ്ങനെ 3 മേഖലയിലാണ് നമുക്ക് നെറ്റ് ക്വാളിഫൈഡ് ആയ ആൾക്ക് അവസരം ഉണ്ടാവുക. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഒരാൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ JRFോട് കൂടി ഒരു വ്യക്തി നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് 5 വർഷത്തേക്ക്
യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടായിരിക്കും, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫെലോഷിപ്പ് ഉണ്ടായിരിക്കും. ഈ വ്യക്തിക്ക് ഇന്ത്യയുടെ ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ പോയിട്ട് PhD ചെയ്യാൻ പറ്റും. ഡൽഹി യൂണിവേഴ്സിറ്റി ആണെങ്കിലും ജാമിയ മില്ലിയ ആണെങ്കിലും IIT ആണെങ്കിലും എല്ലാം, ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് എവിടെ പോയിട്ടും ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, PhD ചെയ്യാൻ പറ്റും. ഇങ്ങനെ PhD ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിക്ക് മിനിമം 45,000 പെർ മന്ത് ആ വ്യക്തിക്ക് ലഭിക്കും. ഇതിന് JRF SRF എന്ന് പറഞ്ഞ 2 കാറ്റഗറിയാണ് ഉണ്ടാവുക. JRF ആദ്യത്തെ 2 വർഷം JRFും പിന്നീട് ഉള്ള 3 വർഷം SRF എന്നാണ് പറയാം, സീനിയർ റിസർച്ച് ഫെലോഷിപ്പ്, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്. അതിൻ്റെ പൈസയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, 45,000 രൂപ പെർ മന്ത് ഉണ്ടായിരിക്കും. SRF ആണെങ്കിൽ 50,000 രൂപ പെർ മന്ത് ഉണ്ടായിരിക്കും. ഒരു വ്യക്തി JRF കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 വർഷത്തേക്ക് ആ വ്യക്തിക്ക് JRFിൻ്റെ സ്കോളർഷിപ്പ് ഏകദേശം 25 മുതൽ 30 ലക്ഷം രൂപ നോൺ ടാക്സബിൾ ഫണ്ടായിട്ട് ആ വ്യക്തിക്ക് കിട്ടും. നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ടാക്സ് അടക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഫണ്ട് JRF ഫണ്ട് ഒരിക്കലും ടാക്സബിൾ അല്ല. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ മുമ്പിലുള്ള ഒരു അവസരം, ഒരു സാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തെ സാധ്യതയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ മേഖലയിലുള്ള അവസരമാണ്. ഒരു വ്യക്തിക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് നെറ്റ് നിർബന്ധമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീക്കാണ് തോന്നുന്നു കേരള ഗവർണറുടെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, ഇനി മുതൽ നെറ്റില്ലാത്ത അധ്യാപകരെ യൂണിവേഴ്സിറ്റികളിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിട്ട്. കഴിഞ്ഞ മാസമാണ് വന്നത്. ഇപ്പോൾ പല കോളേജുകളിലും, എസ്പെഷ്യലി പ്രൈവറ്റ് കോളേജുകളിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും പല സ്ഥലങ്ങളിലും നെറ്റ് ക്വാളിഫൈഡ് അല്ലാത്ത അധ്യാപകർ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത വർഷം മുതൽ ഇത് കൃത്യമായിട്ട് സ്ട്രിക്റ്റായിട്ട് നോക്കാൻ പോവുകയാണ്. ആ സമയത്ത് ധാരാളം അവസരങ്ങൾ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉണ്ടായിരിക്കും. നെറ്റ് ക്വാളിഫൈഡ് ആയ അധ്യാപകർക്ക് മാത്രമേ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുള്ളൂ. ഒരു ഗവൺമെൻറ് സർവീസിലാണെങ്കിൽ ഒരു വ്യക്തിക്ക് തുടക്കത്തിൽ നെറ്റ് ക്വാളിഫൈഡ് ആയ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ ഒരു വ്യക്തിക്ക് 1 ലാഖിൻ്റെ അടുത്ത് സാലറി ഉണ്ടായിരിക്കും. പിന്നെ ഓരോ കാലഘട്ടത്തിൽ നമ്മളെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ 1.5 ലാക്ക് വരെ നമുക്ക് എന്ത് ചെയ്യും, അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് സാലറി ഉണ്ടായിരിക്കും. അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ മുകളിൽ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. ഒരു ഏകദേശം സാലറിയാണ് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഇതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ധാരാളം ഉണ്ട്. ഇനി കേരളത്തിൽ ധാരാളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരാൻ പോവാണ്. ഈ യൂണിവേഴ്സിറ്റി അമേത്തി, അതുപോലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെയൊക്കെ ധാരാളം അവസരങ്ങൾ നെറ്റ് ക്വാളിഫൈഡ് ആയ ആളുകൾക്കുണ്ട്. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത MA അല്ലെങ്കിൽ MSc പ്ലസ് നെറ്റാണ്. ഓക്കെ, JRF കൂടെ ഉണ്ടെങ്കിൽ JRF പ്ലസ് PhD ഉണ്ടെങ്കിൽ കൂടുതൽ സാധ്യത ഉണ്ട്. ഇനി മൂന്നാമത്തെ നമ്മളെ കാത്തിരിക്കുന്ന നെറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്ന അടുത്തൊരു അവസരമാണെന്ത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലും നാഷണൽ റിസർച്ച് സെൻറ്ററുകളിലുമുള്ള അവസരം. ഇതിനെക്കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല. നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോളേജിൽ അധ്യാപകരായി വർക്ക് ചെയ്യാം എന്ന് മാത്രമേ പല ആളുകളും മനസ്സിലാക്കുന്നുള്ളൂ. അതിന് പുറമെ ഇപ്പോൾ ONGC പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓൺഡ് അണ്ടർടേക്കിങ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, IOCL, BHEL എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ് ഉണ്ട്. ഇവിടെയൊക്കെ HR മേഖലകളിലും ബിഹേവിയറൽ സേഫ്റ്റി മേഖലകളിലും ധാരാളം അവസരം ഉണ്ടായിരിക്കും. ഇവിടെ ക്ലാസ് 1 എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് വിളിക്കാറുണ്ട്. ഇതിനെ വിളിക്കുന്നത് നെറ്റ് സ്കോറിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക, ഇവർ ഇത് ചെയ്യുക. അതായത് സ്ക്രൂട്ടിനൈസ് ചെയ്യുക നെറ്റ് സ്കോറിൻ്റെ ബേസിലായിരിക്കും. അതായത് നെറ്റിന് നമുക്ക് എത്ര സ്കോർ കിട്ടിയോ ഇതിൻ്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ അവസരം ലഭിക്കുക. പിന്നെ അതേപോലെ തന്നെ DRDO, TIPR ഇതുപോലുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ മുമ്പിൽ JRF അല്ലെങ്കിൽ നെറ്റ് ക്ലിയർ ചെയ്ത ആളുകൾക്ക് എന്തുണ്ട്, അവസരം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നെറ്റിനെ കുറിച്ച് നോക്കാം. നമ്മൾ മെയിനായിട്ട് നെറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെറ്റല്ലാതെ വേറൊരു സാധ്യത നിങ്ങൾക്ക് മുമ്പിൽ കുറവാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, NCAHP ആക്ടിനെ കുറിച്ചും UGC റെഗുലേഷനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ റെഗുലേഷനും UGC റെഗുലേഷനും NCAHP ആക്റ്റും വന്ന സ്ഥിതിക്ക് നമുക്കിനി ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്, നമ്മളെ മുമ്പിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് UGC നെറ്റ് JRFോട് കൂടി ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്വാളിഫിക്കേഷൻ എന്ത് ചെയ്യും, 10 മടങ്ങ് വർദ്ധിക്കും. അല്ലെങ്കിൽ നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു PG എന്ന
രീതിയിലല്ലാതെ ഈ പി ജി കൊണ്ട് നമുക്ക് അവസരങ്ങൾ വളരെ കുറവായിരിക്കും. ഗവൺമെൻറ് സെക്ടറിലോ അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ട് സൈക്കോളജിസ്റ്റായിട്ടോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ടോ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായിട്ടോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ കഴിയില്ല. വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. രജിസ്റ്റർ ചെയ്യാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നെറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാം. നെറ്റിന് പ്രധാനമായും 2 പേപ്പേഴ്സാണുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 മെയിനായിട്ട് വരുന്നത് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ നമുക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഇങ്ങനെ പോലുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ജനറൽ കാര്യങ്ങളൊക്കെയാണ് എന്തിൽ വരുന്നത്, പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 വരുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ റിസർച്ച് മെത്തഡോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോളജിക്കൽ ടെസ്റ്റിങ്സ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഇഗ്നോ ഫസ്റ്റ് ഇയറിൽ പഠിച്ച അതുപോലെ ധാരാളം നമ്മൾ പി ജിക്ക് പഠിച്ച ഒരുപാട് ടോപ്പിക്കുകൾ എന്തിലുണ്ട്, ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വ്യക്തിയുടെ മുമ്പിൽ ഇനി നമ്മളെ മുമ്പിലുള്ളൊരു വഴി എന്ന് പറഞ്ഞാൽ MA സൈക്കോളജി പ്ലസ് നെറ്റ് എന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സിലബസ് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ ഈ വെബിനാറിൽ ജോയിൻ ചെയ്ത പകുതിയിലധികം ആളുകളും UGC നെറ്റ് പ്ലസ് ഇഗ്നോയിൽ MAPC ചെയ്ത ആളുകളാണല്ലോ. അപ്പോൾ ഇഗ്നോയിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ ചെയ്ത സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നെറ്റ് UGC നെറ്റിൻ്റെ സിലബസിലും വരുന്നത്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് UGC നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 10 യൂണിറ്റാണ് പേപ്പർ 1 പേപ്പർ 2 10 യൂണിറ്റ് വീതമാണ് നമുക്ക് പഠിക്കാനുള്ളത്. പേപ്പർ 1 10 യൂണിറ്റ്സ് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പേപ്പർ 2 10 യൂണിറ്റ്സ്, അതായത് നമ്മളെ MA സൈക്കോളജിയുമായി ബന്ധപ്പെട്ട 10 യൂണിറ്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് എമർജൻസ് ഓഫ് സൈക്കോളജി, അത് MPC 001, MPC 003, അതുപോലെ ഇനി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന MPCE 0046, അതായത് അപ്ലൈഡ് പോസിറ്റീവ് സൈക്കോളജി. ഇതിലൊക്കെ വരുന്ന ടോപ്പിക്കുകളാണ് യൂണിറ്റ് 1 വരുന്നത്. അതുപോലെ യൂണിറ്റ് 2 റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ MPC 0056, ഇതൊക്കെ ഇഗ്നോൻ്റെ മെറ്റീരിയലാണ് കേട്ടോ പറയുന്നത്. അതേപോലെ തന്നെ യൂണിറ്റ് 3 സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഇത് MPC 0035. ഇതുപോലെ നമുക്കൊരു പ്രാക്ടിക്കൽ ചെയ്യാനുണ്ടല്ലോ ഫസ്റ്റ് ഇയറിൽ, അതിൽ വരുന്ന ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ ബയോളജിക്കൽ ബേസ് ഓഫ് ബിഹേവിയർ, അതാണ് 4ാമത്തെ യൂണിറ്റ് വരുന്നത്. ഈ 4ാമത്തെ യൂണിറ്റ് മെയിനായിട്ട് വരുന്നത് MPC 001, 2, 3 ഭാഗങ്ങളിലാണ് വരുന്നത്. അതുപോലെ അറ്റൻഷൻ, പെർസെപ്ഷൻ, ലേണിംഗ് എന്നൊക്കെ പറഞ്ഞത് MPC 001 യൂണിറ്റ് 6, അതേപോലെ MPC 001 പേഴ്സണാലിറ്റി, മോട്ടിവേഷൻ, ഇമോഷൻസ്, അതൊക്കെ MPC 001, 4, 3. അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10 യൂണിറ്റുകളാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, UGC നെറ്റിന് വേണ്ടി പഠിക്കാനുള്ളത്. ഇതേ സാധനം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾ PGക്ക് പഠിച്ച അതേ സാധനം തന്നെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, UGC നെറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 80 to 85% അത്ര നമുക്ക് പറയാം. 85% നമ്മൾ PGക്ക് പഠിച്ച ഒരു ഭാഗം തന്നെ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, UGC നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും. UGC നെറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അനന്തമായ സാധ്യതകളുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. Q&A സെഷൻ ഉണ്ടായിരിക്കും, ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് പേപ്പർ 1 കുറച്ച് ഭാഗങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മാത്തമാറ്റിക്കൽ സ്കിൽസ്, റിസർച്ച് മെത്തഡോളജി, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇതിൻ്റെ പല ഭാഗങ്ങളും സൈക്കോളജിയിൽ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. മറ്റു ഭാഗങ്ങൾ മാത്സ് പോലുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് അതിൻ്റെ പ്രത്യേക കോച്ചിങ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വെബിനാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇന്നത്തെ വെബിനാറിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് എന്താണ് സൈക്കോളജി ഡിസ്റ്റൻസ് ആയിട്ട് എടുത്ത MA സൈക്കോളജിയുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ചാലഞ്ചസ് എന്താണെന്ന് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ മെയിനായിട്ട് NCAHP ആക്ട് നമ്മളെ എങ്ങനെ എഫക്റ്റ് ചെയ്തു, UGCയുടെ റെഗുലേഷൻ എങ്ങനെ എഫക്റ്റ് ചെയ്തു, ഇനി ഇഗ്നോ PG ഈ വർഷം എടുക്കുന്ന ആളുകളെ എന്ത് സാധ്യതയാണ് അവരെ മുന്നിലുള്ളതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വെബിനാർ ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
താങ്ക് യു സർ. നമസ്കാരം. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇനി നമുക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള ഡൗട്ട് ക്ലിയറൻസിന്റെ സമയമാണ്.